നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്, പക്ഷേ നിങ്ങൾക്ക് ക്ലയൻസിനെ ഒന്നും ലഭിക്കുന്നില്ല. എങ്ങനെയാണ് ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടേണ്ടത് എന്നുള്ളൊരു സംശയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സോ ഇറ്റ്സ് മീ ബിജ്വൽ ബിന്ദു ബാബു ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ക്ലയൻറ്റുകളെ കിട്ടുന്നില്ല. നമുക്ക് ക്ലയൻസിനെ കിട്ടിയാലല്ലേ ഫ്രീലാൻസർ ആണെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ആണ്, പക്ഷേ നിങ്ങൾക്ക് ക്ലയൻറ്റുകളെ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ചിട്ടുള്ള 5 ടിപ്സിനെ കുറിച്ചാണ്. ഈ 5 ടിപ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 ടിപ്സ് വഴി നിങ്ങൾക്ക് ഫ്രീലാൻസ് ക്ലയൻസിനെ കിട്ടുമെന്നുള്ളതാണ്. സോ നമുക്ക് വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഈ വീഡിയോ ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ് ഫേക്ക് പ്രോജക്ട്സ് എന്നുള്ളതാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് എൻ്റെ റീലിൽ പറഞ്ഞിരുന്നു എന്താണ് ഫേക്ക് പ്രോജക്റ്റ്. നമുക്ക് ക്ലയൻറ്റുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഫേക്ക് ആയിട്ട് ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുക. അങ്ങനെ ഒരു പ്രോജക്റ്റ് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്, നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരുപാട് സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ക്ലയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അത് നമ്മുടെ വർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും, നമുക്കൊരു പ്രാക്ടീസ് ആണ്. രണ്ടാമത്തേത്, ഈ വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൊടുക്കാൻ പറ്റും, പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം നിങ്ങളുടെ സ്പെസിഫിക് നീഷ് ഏതാണോ അതിലുള്ള ക്ലയൻറ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഈ പറയുന്ന വർക്കുകൾ ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്, നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഫേക്ക് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോറടിക്കുന്ന സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കും. അതിനെങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കും. നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ ഈ പറയുന്ന കളർ പാലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു ലോഗോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഡിസൈൻ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല, അതിന് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ നമ്മളെ നല്ല രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മൾ നന്നായിട്ട് ഹാർഡായിട്ട് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മൾ നമ്മുടെ ലിമിറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഫേക്ക് പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് നീഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നീഷ് എന്നുള്ള വാക്ക് നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, നിങ്ങൾ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്ന് ചൂസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ലയൻറ്റുകൾക്ക് നിങ്ങൾ ആക്സസിബിൾ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് വിഷ്വൽ ഡിസൈനർ പ്ലസ് ഒരു അഡ്വർടൈസിങ് ഡിസൈനർ കൂടിയാണ്. ഞാനൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ലോഗോയും അതുപോലെ തന്നെ പാക്കേജിങ്, ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ പാക്കേജിങ്, അതുമായി ബന്ധപ്പെട്ട് ഫ്ലയേഴ്സ്, അഡ്വർടൈസിങ് ഡിസൈനുമായി ബന്ധപ്പെട്ട ഫ്ലയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് ഇല്ലസ്ട്രേഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയണമെന്നില്ല. എൻ്റെ നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആണ്. ഞാൻ ബ്രാൻഡ് ആൻഡ് വിഷ്വൽ ഐഡൻറ്റിറ്റി ഡിസൈനർ പ്ലസ് അഡ്വർടൈസിങ് ഡിസൈനറാണ്. ഈ 2 കാര്യങ്ങളിലുള്ള വർക്കുകളാണ് ഞാൻ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളുടെ നീഷ് സെലക്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ക്ലയൻറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പാക്കേജിങ് ഡിസൈനറാണ്, അതിലൊരു ഫുഡ് പാക്കേജസിൻ്റെ പാക്കേജ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ് പ്ലസ് നിങ്ങളൊരു പാക്കേജിങ് ഡിസൈനറാണ്, അതിൽ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ചെയ്യുന്ന ആളാണ് നിങ്ങൾ. സോ ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്തു, സ്പെസിഫിക് ആയി എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ക്ലയൻസിനെ തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്കിപ്പോൾ ക്ലയൻറ്റുകൾ കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അതിനിപ്പോൾ നിങ്ങൾ എന്നെ പോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. നിങ്ങൾ ഫേസ്ലെസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ നിങ്ങളുടെ വർക്ക് മാത്രമേ പക്ഷേ പോസ്റ്റ് ചെയ്യാവൂ. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളെല്ലാം പോസ്റ്റ് ചെയ്യുക, നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഷോക്കേസ് ചെയ്യുക. അതിന് ഇൻസ്റ്റഗ്രാം ചൂസ് ചെയ്യാം, ഫേസ്ബുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനേഴ്സ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബിഹാൻസോ ഡ്രിബിളോ ഒക്കെ തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോർട്ട്ഫോളിയോ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. നിങ്ങളുടെ വർക്കുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ക്ലയൻസ് കിട്ടും. 1-2 പോസ്റ്റ് ഇടുമ്പോഴേക്കും എനിക്ക് ക്ലയൻറ്റിനെ കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫോർത്ത് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് ബോൺസ് ആൻഡ് റെഫറൽസ് ആണ്. നിങ്ങളുടെ ഒരുപക്ഷെ ആദ്യത്തെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾക്ക് വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ കീപ്പ് ചെയ്യണം. എല്ലാവരുമായിട്ട് അടിച്ചു പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആരും നിങ്ങളെ കോൺടാക്ട് ഒന്നും ചെയ്യില്ല.
ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വാട്സാപ്പിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടണം. ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ വല്ല വർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ഡിസൈനർ ആയതുകൊണ്ട് നിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് നിന്നെയാണ്, അതുകൊണ്ടാണ് നിന്നെ കോൺടാക്ട് ചെയ്തതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ വരും. പിന്നീടുള്ളത് റെഫറൽസ് ആണ്. എനിക്ക് രണ്ടാമത് കൂടുതൽ ക്ലയൻറ്റ്സ് വരുന്നത് ഈ വഴിയാണ്. ഞാൻ തുടക്കത്തിൽ ഫോക്കസ് ചെയ്തിരുന്നത് മോഡലിംഗ് ഫ്ലയേഴ്സിലായിരുന്നു. ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയാണ് മോഡലിംഗിൽ ഫ്ലയേഴ്സ് ചെയ്തുകൊണ്ടാണ് എൻ്റെ തുടക്കം. അപ്പം അവിടെ നിന്ന് ചെയ്ത് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത മോഡലിംഗ് കമ്പനി ഇവരോട് ചോദിച്ച് നമ്പർ വാങ്ങിച്ച് എന്നെ കോൺടാക്ട് ചെയ്യും. പലരും പറയാറുണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ കോൺടാക്ട് ചെയ്യുന്നുള്ളത്. സോ റെഫറൽസ് എന്ന് പറയുന്നത് നല്ലൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്, അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻസിനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുക, ബന്ധങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം റെഫറൽസ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടും, അതുവഴി നിങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് ഫോർ ദി ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. നമുക്ക് അവസരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കണം. നമ്മൾ പലപ്പോഴും ഹെസിറ്റേറ്റ് ചെയ്യും, അവരെന്ത് വിചാരിക്കണം, ഒന്നും വിചാരിക്കില്ല, കിട്ടി പോയാൽ പോയി എന്നുള്ളത്. കിട്ടിയാൽ നിങ്ങൾക്കൊരു വർക്ക് കിട്ടും, നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. പോയാൽ ഒന്നും പോകാൻ പോകുന്നില്ല. നമുക്കൊരു വാക്ക് പോയതുകൊണ്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? സോ നിങ്ങളുടെ അടുത്ത് ലോക്കൽസ് ആയിട്ട് ആൾക്കാരുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഫ്ലയേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കൂടെ അറിയണം. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ പോയി സംസാരിക്കുക, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അവരുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കിട്ടും. നമ്മൾ ചോദിക്കുക, ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോയി ചാടി അങ്ങോട്ട് വീഴുക, ഒന്നും നോക്കണം, കിട്ടി പോയാൽ പോയി. അപ്പം ഈ പറയുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പരീക്ഷിച്ച് ജയിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള 5 സ്റ്റെപ്സ് ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച് നോക്കി സക്സസ്ഫുൾ ആണെന്ന് കണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്, ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാം പറ്റിയില്ലെങ്കിലും 1-2 എങ്കിലും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം ഇതുവഴി ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിട്ട് അതൊന്ന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമാവും. എൻ്റെ ഇത് കറക്റ്റായി വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷമാവും. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.